ഇടപ്പള്ളിയിൽ വാഴും വിശുദ്ധനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാപ്പി ജേണി രശ്മി. ഞാനിന്നുള്ളത് എറണാകുളത്തെ ഇടപ്പള്ളിയിലുള്ള സെൻറ്റ് ജോർജ് ഫിറോന ചർച്ചിലെ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷങ്ങളിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് എല്ലാവരെയും ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് എല്ലാവർക്കും അറിയുന്ന പോലെ പുതിയതായി പണി കഴിപ്പിച്ച പള്ളിയും വലതുവശത്തായി കാണുന്നത് 14 നൂറ്റാണ്ടോളം പഴക്കം വരുന്ന പഴയ പള്ളിയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതിനകത്താണ് സഹദായുടെ തിരുസ്വരൂപം വെച്ചിട്ടുള്ളത്. പ്രാർത്ഥനയ്ക്കായിട്ട് നീണ്ട നിര തന്നെയുണ്ട് ഭക്തരുടെ തൊട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഒരുപാടൊരു നീണ്ട നിര തന്നെ ഇവിടെ തൊട്ട് തൊഴുത് പ്രാർത്ഥിച്ച് നേർച്ചയിട്ട് ഇവിടെ നിന്ന് നേർച്ചയുമായിട്ട് പോകുന്ന ഒരുപാട് പേര് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതാ കണ്ടോ, ഇത്രയും നീണ്ട നിരയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആളുകൾ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒരിക്കലും പറ്റാത്ത ഒരു കിണറുണ്ട് ഈ പള്ളിയോട് ചേർന്ന് തന്നെ. രോഗശാന്തിക്കൊക്കെ വളരെ പ്രസിദ്ധമായിട്ടാണ് എല്ലാവരും കരുതി പോരുന്നത് കേട്ടോ. അപ്പോൾ ഈ വെള്ളം എടുത്ത് തലയിൽ തളിക്കുകയും പിന്നെ കുടിക്കുകയും ഒക്കെ എല്ലാ ഭക്തരും ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇടപ്പള്ളിയിൽ വാഴും വിശുദ്ധനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ഈ കാണുന്നത് നേർച്ചക്കോഴികളെയൊക്കെ ലേലം ചെയ്തെടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഭക്തർ നേർച്ചക്കോഴികളെ ഇവിടെ സമർപ്പിക്കുക ചെയ്യാറുണ്ട്. പിന്നീട് മറ്റ് ഭക്തർ വന്ന് ഇത് ലേലം ചെയ്തെടുക്കുകയും ഇത് പള്ളിക്ക് സമീപത്തായിട്ട് ഒരു വലിയൊരു കോമ്പൗണ്ട് ഉണ്ട് കേട്ടോ. ഈ നേർച്ചക്കോഴികളെ ലേലം എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കറി വെച്ച് കഴിക്കുന്ന അതൊരു നേർച്ചയാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്, ആ കാഴ്ചകളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലേലം ചെയ്തെടുക്കുന്ന സ്ഥലമാണ്. ലേലം ചെയ്യുന്നതിന് പ്രത്യേക സമയങ്ങളൊക്കെ ഉണ്ട്, അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നേർച്ച കൊടുത്തിട്ടുള്ള കോഴികളെയാണ് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. പിന്നെ പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള കച്ചവടം, അത് അങ്ങേയറ്റം തകർക്കുകയാണ് കേട്ടോ. കച്ചവടം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കച്ചവടത്തിൻ്റെ ഒരു കേന്ദ്രം എന്ന് പറയാം. ഇത് എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. ഒരുപാട് ഏരിയയിലാണ് കച്ചവടക്കാർ വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ അത്രയുണ്ട്, കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ ഓരോ സെക്ഷനിലേക്ക് നമ്മൾക്ക് ചെല്ലുമ്പോഴും കാണാൻ പറ്റും. എല്ലാ വിവിധ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു വീട്ടുപകരണങ്ങൾ സാധനങ്ങൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളത് കഴിക്കാനുള്ളത്, ഇതുപോലെ ചട്ടി കലം മൺചട്ടികൾ കുട്ടാവട്ടി മുറം അങ്ങനെയുള്ള കുറേ ഐറ്റംസ് എന്ന് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇവിടെ സജ്ജമാണ് കേട്ടോ. അപ്പം നമുക്കിനി നേർച്ച കോഴിനെ കറി വയ്ക്കുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ പള്ളീനോട് സമീപത്തായിട്ട് തന്നെ. അങ്ങോട്ടേക്കുള്ള ഒരു നടപ്പാതയാണ് ഈ കാണുന്നത്. ഇതിന് ഇരുവശവും കച്ചവടക്കാരാണ്, അത്രയേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ കച്ചവടക്കാരുടെ അടുത്ത് നിന്ന് ഞാനും 1-2 ചട്ടികളൊക്കെ എടുക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ട്, അതാണ് ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് നല്ല സെലക്ഷൻ കിട്ടും. അപ്പോൾ ഞാൻ 2-3 ക്യൂട്ടായിട്ടുള്ള ചട്ടികളൊക്കെ എടുത്തിട്ടോ. അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ട് വീണ്ടും കച്ചവടക്കാരുടെ ഇടയിൽ കൂടി തന്നെ നമ്മൾ പോരുകയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ വഴിയുടെ എൻഡിൽ മെയിൻ റോഡ് പോലെ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഗേറ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ നേർച്ച കോഴികളൊക്കെ വെച്ച് കഴിക്കുന്ന ഏരിയ. ഇതൊരു വലിയൊരു കോമ്പൗണ്ടാണ് കേട്ടോ. ഒരൊറ്റ ഗേറ്റേ ഉള്ളൂ, കയറാനും ഇറങ്ങാനും ഇത് തന്നെയാണ് ഗേറ്റ്. ഇതിൻ്റെ അകത്ത് വളരെ വിശാലമായിട്ടുള്ള 2 ഷെഡുകൾ പണിതിട്ടിട്ടുണ്ട്. ഇതുണ്ടോ, ഈ കാണുന്നത് ഒരു ഷെഡാണ്. ഇതൊരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ മുൻപ് കേട്ടോ. പിന്നീട് ആളുകളിൽ കൂടിയിട്ടായിരിക്കാം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരെണ്ണം കൂടി സജ്ജമാക്കി. അവിടെ മുൻപ് കാടൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു, അതൊക്കെ വെട്ടിത്തെളിച്ചു. അടപ്പ് കൂട്ടാനുള്ള കല്ലൊക്കെ ഇവിടെ റെഡിയാണ്. പിന്നെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഒരുപാട് ഡബ്ബകളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റുകളൊന്നും നമുക്ക് അവിടെ ഇവിടെ വലിച്ചെറിയേണ്ട കാര്യമില്ല. അതുപോലെ വെള്ളം ടാപ്പുകളൊക്കെ ഒത്തിരി നിരന്നുണ്ട്. കോഴീനെയൊക്കെ ക്ലീൻ ചെയ്യുന്ന സഹോദരിമാരെയൊക്കെ കാണാൻ റെയറാണ്. കൂടുതൽ ആണുങ്ങളാണ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. കുക്കിംഗ് ലേഡീസാണെന്ന് തോന്നുന്നു. ജെൻസും ചെയ്യാറുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട് കേട്ടോ. ഫാമിലി മൊത്തമായിട്ട് വന്നിട്ടും പിന്നെ ഫ്രണ്ട്സായിട്ട് വന്നിട്ടൊക്കെയാണ് ഇവിടെ വലിയൊരു ഗ്രൂപ്പായിട്ട് വന്നിട്ടാണ് ഈ നേർച്ചക്കോഴിയൊക്കെ പാചകം ചെയ്യുന്നത്. ഓരോരുത്തർ ഇവിടെ കുക്കായോ എന്നൊക്കെ നോക്കുന്നുണ്ട്. വിറകടപ്പിലാണ് ഇവിടെ എല്ലാ പാചകവും നടക്കുന്നത് കേട്ടോ. അപ്പം ഗ്യാങ്ങായിട്ട് ഇവിടെ വന്ന് ചെയ്യാം. തേങ്ങാപ്പാൽ പിഴിഞ്ഞ്
എന്താ ട്രഡീഷണൽ പരമ്പരാഗത രീതിയിൽ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പകർത്തി നേർച്ചക്കോഴിയോടൊപ്പം കറിയോടൊപ്പം എന്ന് പറഞ്ഞിട്ട് ഉള്ള യുവാക്കളെയും കാണാം. പിന്നെ അത് ആർക്കോ വേണ്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറല്ല, ചിക്കൻ കറി. അടിപൊളി കറിയാണെന്ന് മനസ്സിലാവുന്നില്ലേ? കാണുമ്പോൾ അറിയാം അല്ലേ, സൂപ്പർ കറിയാണിത്. കറിയുടെ കളറ് കണ്ടറിയാം. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, അവർ വന്ന് മൂടിയും വെച്ചു. ഞാൻ ക്യാമറ ശരിക്കും പറഞ്ഞാൽ ചട്ടിയുടെ അകത്തായിരുന്നു. വേറെ എങ്ങും കൊണ്ടുപോയി അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാര്യം ആൾക്കാരുണ്ട് ചുറ്റും. ഇതാ ഇവിടെ വെറുതെ അടപ്പ് കത്തിക്കൊണ്ടിരിപ്പുണ്ട്. ചട്ടി അന്വേഷിക്കാൻ പോയതായിരിക്കാം അടപ്പ് വെച്ച ശേഷം, അറിയില്ല. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇത്രയേറെ ചിക്കൻ കറികൾ ഇവിടെ തയ്യാറാകുന്നുണ്ടെങ്കിലും ഒരു ചിക്കൻ കറിയുടെ സ്മെല്ല് നമുക്ക് മനസ്സിലാവില്ല, കിട്ടണേയില്ല. ഒരു കറിയുടെ സ്മെല്ലില്ല ഇവിടെ ഒരു സ്മെല്ലും ഇല്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഇത്രയും ചിക്കൻ കറി, നമ്മളൊക്കെ വീട്ടിൽ ഒരു ചിക്കൻ കറി വെച്ചാൽ തന്നെ എന്തൊരു സ്മെല്ലാണ്, പക്ഷേ ഇവിടെ അങ്ങനെ സ്മെല്ലേ ഇല്ല. പിന്നെ നിറയെ കോടമഞ്ഞ് നിറഞ്ഞ് നിൽക്കണ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ കോടമഞ്ഞൊന്നും അല്ല, നല്ല അടിപൊളി ചൂടാണ് ഇതിനകത്ത്. പുകയും ചൂടും ഒക്കെ സഹിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ നല്ല രസമായിരിക്കും കേട്ടോ, ഗ്യാങ്ങായിട്ടൊക്കെ വന്ന് ചെയ്യുമ്പോൾ. അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും നല്ലൊരു എൻഗേജ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്, എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യണത്. പിന്നെ പഴയ ആളുകളൊക്കെ നല്ല പ്രാർത്ഥനയോടുകൂടി തന്നെയായിരിക്കും. പിന്നെന്താണ്, നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നിട്ട് ഇതുപോലെ നേർച്ചക്കോഴിയെ വാങ്ങിയിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും കേട്ടോ. ആരും മിസ് ചെയ്യരുത്, തീർച്ചയായിട്ടും കണ്ടോളണേ. അടുത്ത വീഡിയോ വരുന്നുണ്ട്, ഉടനെ ഉണ്ട്, അധികം വൈകില്ല. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ വന്ന് കണ്ടതാണ് നമ്മൾ ആദ്യം തന്നെ. ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കൊല്ലം എന്താണെങ്കിലും 2 വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ചിലരൊക്കെ ചോറ് വെച്ചിട്ട് ചോറിൻ്റെ ഒപ്പം കഴിക്കാനുള്ള പരിപാടികളുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ അടുത്തുള്ള കടകൾ, അതായത് നമ്മുടെ ഗേറ്റിന് മുന്നിൽ ഒരുപാട് കടകളുണ്ട്. അവിടെ നിറയെ ബ്രെഡുകളുടെ മേളമാണ് കേട്ടോ. ബ്രെഡ് കൂട്ടി കഴിക്കാൻ വേണ്ടി ചിലർ വെള്ളയപ്പം കൊണ്ടുവരും, ചിലർ ചോറ് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അങ്ങനെ പലതരത്തിലുണ്ട്. അതായത് ഇവരൊക്കെ പാചകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി, കാരണം അവർക്ക് ആദ്യം കൊണ്ടേ കൊടുക്കുകയാണ്. ഞങ്ങൾ സംസാരിച്ചായിരുന്നു കേട്ടോ അവരുടെ അടുത്ത്, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, വിട്ടുപോയി സത്യത്തിൽ. പിന്നെ അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളായിട്ട് വന്നിട്ടാണ് ഇവിടെ ഇത്. പ്രത്യേകിച്ച് വെക്കേഷൻ ടൈം കൂടിയാണല്ലോ, അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ വന്ന് അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. എല്ലാവരും കളിച്ചും ചിരിച്ചൊക്കെ ഓടി കിടക്കുകയാണ്. ഫാമിലിയൊക്കെ ഇങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കും. അങ്ങനെ ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ഇടപ്പള്ളിയിൽ വാഴും വിശുദ്ധനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കാ. ഇതിനകത്ത് മദ്യപാനം ഒരു തരത്തിലും അനുവദിക്കുന്നതല്ല കേട്ടോ, അത് സ്ട്രിക്റ്റാണ്. പിന്നെ ഇതാ നമ്മളെല്ലാവരും ഞങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച കണ്ടോ, ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇതാ കണ്ടോ, അടപ്പ് കത്തിക്കാനുള്ള വിറകും പാത്രങ്ങളും ഒക്കെ ആയിട്ട് കാറുകളിലൊക്കെ കയറ്റി ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ, ഫാമിലി ഗ്രൂപ്പൊക്കെ ആയിട്ട്. നെക്സ്റ്റ് വീഡിയോ മിസ്സാക്കരുത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം.